Hey guys, welcome to our day 3 of Beginner's Challenge, and today we're gonna get into something super important, meaning ലാസ്റ്റ് 2 ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ പോവാണ്. So without any further delay, let's dive right in. So here you go. സോ ഞാൻ കുറേ കഥകളും ഫ്ലഫൊന്നും പറയുന്നില്ല, കാരണം എല്ലാവർക്കും എൻ്റെ ഫ്ലഫൊക്കെ കേട്ട് ബോറടിക്കേണ്ടതെന്ന്. സോ ഡയറക്റ്റ്ലി നമ്മൾ ജമ്പ് ചെയ്യാണ്. ഒരു റീക്യാപ്പ് വരാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫസ്റ്റ് 10 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റീക്യാപ്പ് വരുന്നത്. അപ്പോൾ ഡേ 1 നമ്മൾ കവർ ചെയ്തത് എന്തായിരുന്നു, എങ്ങനെ ഒരു ലാംഗ്വേജിൻ്റെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം. അപ്പോൾ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, വേർബ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രവൃത്തിയാണോ, ആൻഡ് ഫൈനലി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ മേലെയാണോ പ്രവൃത്തി അപ്ലൈ ചെയ്യുന്നത്, അതാണ് ഈ ഒബ്ജക്റ്റ്, ആൻഡ് ഫൈനലി ടൈം. സോ അങ്ങനെയാണ് നമ്മളുടെ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതിലേക്ക് നിങ്ങൾ പ്ലഗ് ചെയ്യുമ്പോൾ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ ഓർ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഡേ 1 പഠിച്ചത്. ആൻഡ് ഡേ 2 മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കവർ ചെയ്തത് എന്താണ്, നമ്മുടെ സബ്ജക്റ്റ്. അതായത് നിങ്ങൾ ഇവിടെ പഠിച്ച സബ്ജക്റ്റിന് 2 ടൈപ്പ് ഉണ്ട്. അതാണ്. പിന്നെ ഈ വേർബിന് 3 ടൈപ്പ് ഉണ്ട്. ആൻഡ് ഒബ്ജക്റ്റും ടൈമും സെയിം ആയിട്ട് തന്നെ നിൽക്കും, വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ സബ്ജക്റ്റ് 2 ടൈപ്പ് എന്ന് പറഞ്ഞാൽ, സബ്ജക്റ്റ് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഒരാളാവാൻ പ്രവൃത്തി ചെയ്യുന്നത്, അഥവാ ഒന്നിലധികം ആൾക്കാരായിരിക്കാം പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഒരാളാണ് പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അതിന് നമുക്ക് സിംഗുലാർ സബ്ജക്ട്സ് എന്ന് പറയാം. സിംഗുലാർ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് അവൻ, അവൾ, ഇത്, സാം എന്ന് പറയുന്ന ഒരു വ്യക്തി. ഫോർ എക്സാമ്പിൾ ഹി, ഷീ, ഇറ്റ്, സാം. ഓക്കെ, എന്നാൽ ഒന്നിലധികം ആൾക്കാർ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും, പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറയും. അതാണ് യു, ദേ, വി, സാം ആൻഡ് ആന. യു, ദേ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ദേ എന്ന് പറഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, സാം ആൻഡ് ആന എന്ന് പറഞ്ഞാൽ സാമും ആനയും കൂടെ. അപ്പോൾ ഒക്കെ ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ഗോൾഡൻ റൂൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഥവാ ഒരു എക്സെപ്ഷൻ കേസാണ് ഐ. ഐ എന്ന് പറയുന്നത് ശരിക്കും ഒരാളാണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ അതിന് പ്ലൂറൽ ആയിട്ടാണ്, കുറേ ആൾക്കാരുള്ള പോലെയാണ് കൺസിഡർ ചെയ്യുക. കുറച്ച് എംഫസൈസ് കൂടുതലാക്കി കൊടുക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സബ്ജക്റ്റിൽ കവർ ചെയ്തത്. ആൻഡ് വേർബിലേക്ക് വരുമ്പോൾ വേർബ് 3 ടൈപ്പ് ഉണ്ട്. ആ 3 ടൈപ്പിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ V1, V2, V3. V1ന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ V1 ആണ് ബേസ് ഫോം. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവൃത്തിനെ കുറിച്ചാണ് പറയുന്നത്, ആ പ്രവൃത്തി ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയിലേക്ക് വരുമ്പോൾ പ്ലേ അതാണ് ബേസ് ഫോം. പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക. ആൻഡ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുക. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. ആ പ്രവൃത്തി ചെയ്യുക എന്നായിരിക്കും V1ന്റെ മീനിങ്. എന്നാൽ V2 വരുമ്പോൾ V1 V2 V3 V2 V3 എന്ന് പറയുന്നത് സെയിം ആണ്, മീനിങ് വെച്ചിട്ട് അത് സെയിം ആണ്. എന്നാൽ സ്പെല്ലിങ്ങിൽ മാത്രം ചില സമയത്ത് ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ V1 V2 V3 വരുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ V1 എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു, അതാണ് V2 V3ന്റെ മീനിങ്. V1 എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് V2 V3 മീനിങ്. ഫോർ എക്സാമ്പിൾ പ്ലേ ആണ് V1 എന്നുണ്ടെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. ആൻഡ് V2 V3 വരുമ്പോൾ അത് പ്ലേഡ് ആവും. പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിച്ച് കഴിഞ്ഞു, ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു, V1 ചെയ്ത് കഴിഞ്ഞു എന്നാവും. ഫോർ എക്സാമ്പിൾ കോൾ എന്ന് പറയുമ്പോൾ കോൾഡ് ആണ് V2 V3 വരുന്നത്. അഥവാ കോൾ എന്ന് പറഞ്ഞാൽ വിളിച്ചു, കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ച് കഴിഞ്ഞു. ഓക്കെ, എന്നാലും നമുക്ക് ഈ V1 V2 വരാനായിട്ട് ഒരു ED ചേർത്ത് കഴിഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങളുടെ V2 V3 കിട്ടും. പക്ഷെ എല്ലാ വേർബ്സിനും അങ്ങനെ കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ സീ, സോ, സീൻ എന്നുള്ള എക്സാമ്പിളിൽ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 കാണുക, സോവും സീനും കണ്ടു എന്ന് തന്നെ. പക്ഷേ അതിൻ്റെ സ്പെല്ലിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവും. V2 V3 സ്പെല്ലിങ്ങിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും V2 V3 മീനിങ് കൊണ്ട് സെയിം ആണെന്നുണ്ടെങ്കിലും സ്പെല്ലിംഗ് കൊണ്ട് സെയിം ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, V2 V3 സെയിം ആണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഒരു V2 V3 സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണത്, ഒറ്റൊരെണ്ണായിട്ട് കീപ്പ് ചെയ്താൽ മതിയില്ലേ നിങ്ങൾ ചോദിക്കും. അതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ടെൻസ് നമ്മൾ പഠിച്ചില്ലേ. ടെൻസ് ഞാൻ ഇന്നലെ ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. ടെൻസ് എന്താണെന്ന് ഞാൻ ഒരു മൊമെന്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ടെൻസിൽ ഓരോ ടെൻസിലും ചില ടെൻസിൽ V1 യൂസ് ചെയ്യും, ചില ടെൻസിൽ V2 യൂസ് ചെയ്യും, ചില ടെൻസിൽ V3 യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ടെൻസിലും വേറെ വേർബിൻ്റെ ഫോംസ് ആയിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ 3 ഫോംസ് ഉള്ളത്. ആൻഡ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ 3 ഫോംസ് ഉള്ളത്. V1 V2 V3. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം, അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുക. V2 V3 മീനിങ് സെയിം ആണ്, പക്ഷേ സ്പെല്ലിങ്ങിൽ ചില സമയത്ത് വ്യത്യാസം ഉണ്ടാവും. ആൻഡ് മീനിങ് സെയിം ആണ്. ഫോർ എക്സാമ്പിൾ പ്ലേഡ്, കോൾഡ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ ക്ലിയർ ചെയ്യാം. ആൻഡ് ഫൈനലി നമുക്ക് പഠിച്ചത്, അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പഠിച്ചു, വേർബ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ബേസിക് സ്ട്രക്ചർ. എന്നാൽ ഇതിൽ കുറച്ച് ട്യൂക്ക് വരുത്തിയിട്ടാണ് പല സ്ട്രക്ചറുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ടെൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് വേറെ സ്ട്രക്ചറുകളാണ്. അപ്പോൾ ഈ ഞാൻ ഇവിടെ പഠിപ്പിച്ച് തന്ന പോലത്തെ വേറെ കുറച്ച് സ്ട്രക്ചറുകളാണ് ടെൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ
ഒരു കാര്യം ഇന്നലെ നടന്നു, നാളെ നടന്നു, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ വേറെ വേറെ സ്ട്രക്ചറുകളുണ്ട്. ഞാൻ നേരത്തെ പഠിപ്പിച്ചെന്ന പോലത്തെ വേറെ വേറെ സ്ട്രക്ചറുകളുണ്ട്. അതിലേക്ക് നമ്മളെ തോട്ട്സ് പ്ലഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കാര്യം ഇന്നലെ ചെയ്തതായിട്ട് മീനിങ് കിട്ടും, നാളെ ചെയ്യാൻ പോയതായിട്ട് മീനിങ് കിട്ടും, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് മീനിങ് കിട്ടും. അപ്പോൾ ഈ വരുന്ന സ്ട്രക്ചറുകൾ, ഇങ്ങനെ വരുന്ന പല പല സ്ട്രക്ചറുകളുടെ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചറുകളാണ് ടെൻസസ് എന്ന് പറയുന്നത്. ഈ ടെൻസസ് റെപ്രസെൻറ്റ് ചെയ്യണത് ഈ പ്രവൃത്തി നാളെ നടക്കാൻ പോകുന്നതാണോ, ഇന്നലെ നടന്നതാണോ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നൊക്കെയാണ് ഈ ടെൻസസ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏത് സമയത്താണോ ആ കാര്യം നടക്കുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടെൻസസ് ഉള്ളത്. ഈ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്, ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നാളെ ഫുട്ബോൾ കളിക്കാൻ പോകും, ഇതൊക്കെ വേറെ വേറെ സെൻറ്റൻസുകളല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഇതിന് വേറൊരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക, ഇതിന് വേറൊരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക, ഇതിന് വേറൊരു സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക. അതായത് ഇന്നലെ നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് വേറെ സ്ട്രക്ചർ യൂസ് ചെയ്യും, നാളെ നടക്കാൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടി വേറെ സ്ട്രക്ചർ യൂസ് ചെയ്യും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്ട്രക്ചറുകളാണ് ടെൻസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇംഗ്ലീഷിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 12 ടെൻസുകളുണ്ട്. എന്നാൽ നിങ്ങൾ 12 ടെൻസിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ കുറച്ച് 6-7 ടെൻസാണ് നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. അത് മാത്രമാണ് നമ്മൾ സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ ലിറ്ററേച്ചറിലും പരിപാടികളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്താ പറയുക ബിരുദെടുക്കാനൊന്നല്ല നമ്മൾ പോകണത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഈ 6 ടെൻസസ് അടിപൊളിയായിട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു 70% സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്കൊന്നും ഇപ്പം നിങ്ങൾ നോക്കണ്ട, ഇതിലേക്കൊക്കെ നമ്മൾ വരും. ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇന്നലെ ഞാൻ ഇതിൻ്റെ ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏത് ടെൻസ് നമ്മൾ പഠിക്കുമ്പോഴും 4 കാര്യങ്ങളാണ് മേജറായിട്ട് നോക്കേണ്ടത്. 4 കാര്യങ്ങൾ. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിക്കുമ്പോൾ, അല്ല ഏതൊരു ടെൻസ് പഠിക്കുമ്പോഴും നമ്മൾ ആ ടെൻസ് എവിടെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷിനെ മലയാളത്തിലേക്കോ മലയാളത്തിന് ഇംഗ്ലീഷിലേക്കോ കൺവേർട്ട് ചെയ്യാൻ നോക്കരുത്. ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ ഏത് ടെൻസാണ് യൂസ് ചെയ്യാനാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഒരു മൊമെന്റിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് എവിടെയാണ് ഇത് യൂസ് ചെയ്യുക, പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുക. അപ്പോൾ ഈ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചറിൽ ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസ്, ആ ഒരു സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങളാണ്. ഒന്നും മനസ്സിലായില്ലല്ലോ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഡിഗ് ചെയ്തിട്ട് പഠിക്കാം. സോ വേർഡ് ടു യൂസ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് എവിടെയാണ് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് റുട്ടീൻസ് പറയാൻ വേണ്ടിയിട്ട്, ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, റുട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനചര്യ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും വർക്കിന് പോകാറുണ്ട്, എല്ലാ ദിവസവും ജിമ്മിന് പോകാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ സൺഡേ എന്ന് പറയുമ്പോൾ ഒരു വീക്കിൻ്റെ ഗ്യാപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാ സൺഡേയും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ സൺഡേ ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്, അഥവാ റുട്ടീൻസ് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ട്, ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെയാണ് താമസിക്കുന്നത്, ഇവിടെയാണ് താമസിക്കുന്നത്, അങ്ങനെയുള്ള സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇപ്പോൾ 2 കാര്യങ്ങൾക്കാണ്, റുട്ടീൻസ് പറയാൻ വേണ്ടിയിട്ടും ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഫാക്ട്സ് റുട്ടീനാണോ, അപ്പം നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക? അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു വയ്ക്കുക, അതിലേക്ക് തോട്ട്സ് പ്ലഗിൻ ചെയ്യുക. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പേടിപ്പിക്കുക, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങളെ സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വൺസ് ഇത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മളെ പ്രാക്ടീസ് ഷീറ്റ് ഞാൻ ഓപ്പൺ ആക്കി തരും. ആ പ്രാക്ടീസ് ഷീറ്റിൽ ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മൗത്തും ബ്രെയിനും കണക്ട് ആവും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. ഇതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ ആലോചിക്കേണ്ടി വരില്ല. പക്ഷെ നിങ്ങളെ സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടോ എന്ന് നിങ്ങളെ സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്. റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ, ഒന്നിലധികം ആൾക്കാരാണ് പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ V1 യൂസ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലാർ ആണ്, അതായത് ഒരാളാണ് ആ പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, V1 + S യൂസ് ചെയ്യണം, V1S യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, പിന്നെ ഒബ്ജക്റ്റിലും ടൈമിലും ഒരു ചേഞ്ചും വരില്ല. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സെന്റൻസ് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയുന്നില്ല, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ടൈം, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അതിൽ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനം ഒരാളാണ്, സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ബേസ് ഫോം. ഞാൻ നേരത്തെ പഠിപ്പിച്ചില്ലേ, ബേസ് ഫോം, അതായത് റൂട്ട് ഫോം V1, ആ V1 യൂസ് ചെയ്യുക. സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, ഒന്നിലധികം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ V1 യൂസ് ചെയ്യുക, പിന്നെ ഇതിലൊന്നും ചേഞ്ച് വരുന്നില്ല. അതുപോലെ തന്നെ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്, അഥവാ ഒരാളാണ് കാര്യം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം, വെർബിന്റെ അവിടെ
ബേസ് ഫോമിന്റെ കൂടെ V1ന്റെ കൂടെ ഒരു എസും കൂടി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അതായത് ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇവിടെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ പ്ലൂറലാണ്. ഓക്കെ, ലെറ്റ് മീ സ്ക്രോൾ എ ബിറ്റ്. ഓക്കെ, ഞാനൊന്നും കൂടി ഒന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് കാട്ടിത്തരാവേ, കാരണം ഇത് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ വലുതാക്കിക്കോട്ടെ. സോ ഹിയർ യു ഗോ. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി, സിമ്പിളാണ്. ഇപ്പോൾ ഇതൊക്കെ പ്ലൂറലാണ്. ഐ യു ദേവി, ഐ എങ്ങനെ പ്ലൂറലായെന്ന് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ യു ദേവി, ഐ യു ദേവി, ഇതൊക്കെ പ്ലൂറലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്ലൂറൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് അഥവാ റുട്ടീൻസ് പറയാൻ അല്ലെങ്കിൽ ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? V1 ആണ് യൂസ് ചെയ്യേണ്ടത്. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം. ബേസ് ഫോം ആണ് പ്ലേ, കളിക്കുക, വാച്ച്, കാണുക, അതുപോലെ തന്നെ റീഡ്, വായിക്കുക, ഡ്രിങ്ക്, ഇതൊക്കെ ബേസ് ഫോം ആണ്. അപ്പോൾ V1ന്റെ കൂടെ പ്ലൂറൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ V1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് കിട്ടും. അപ്പോൾ ഐ പ്ലേ, പിന്നെ ഒബ്ജക്റ്റ് ആണ് ഫുട്ബോൾ എവറി ഡേ. സോ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത് റുട്ടീനായി മാറി. ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. ആൻഡ് യു വാച്ച് മൂവീസ് എവറി സൺഡേ, നീ എന്നും മൂവി കാണാറുണ്ട് എന്ന് ഒരാളോട് നമ്മൾ പറയില്ല. എല്ലാ സൺഡേ നീ മൂവി കാണാറുണ്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് പറയില്ല. അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ഒരു റൈറ്റ് എന്നൊക്കെ ഇട്ട് കൊടുക്കുക. നീ എന്നും മൂവി കാണാറുണ്ട് അല്ലേ എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ യു വാച്ച് മൂവീസ് എവറി സൺഡേ. ദേ റീഡ് ബുക്സ് എവറി നൈറ്റ്. ദേ റീഡ് ബുക്സ് എവറി നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ ദിവസവും ബുക്ക് വായിക്കാറുണ്ട്. അപ്പോൾ അത് റുട്ടീനാണ്. അപ്പോൾ ഇതൊക്കെ റുട്ടീൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ആണ്. ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഐ ലവ് ഹെർ, എനിക്ക് അവൾ ഇഷ്ടമാണ്, അതൊരു ഫാക്റ്റാണ്. യു ലൈക്ക് മ്യൂസിക്, നിനക്ക് മ്യൂസിക് ഇഷ്ടമാണ് എന്നൊരാളുടെ അടുത്തേക്ക് പറയില്ല, എന്നാലും ഇതൊരു ഫാക്റ്റാണ്. യു ലൈക്ക് മ്യൂസിക്, റൈറ്റ്? ആൻഡ് ദേ ലീവ് ഇൻ കേരള, അവർ ജീവിക്കുന്നത് കേരളത്തിലാണ്, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് സിമ്പിളാണ്. പ്ലൂറൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക. ഇതിൽ വേറൊരു കോംപ്ലിക്കേറ്റഡ് റൂളും ഇല്ല. ഇതാണ് സംഭവം. സബ്ജക്റ്റ് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക. അതായത് ഇതാണ് പ്ലൂറൽ വന്നു, V1 യൂസ് ചെയ്തു, ഒബ്ജക്റ്റ് ടൈമിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, അങ്ങോട്ട് വല്ലാണ്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗുലാർ ആണ് വരുന്നുണ്ടെങ്കിൽ, സിംഗുലാർ വരുന്നുണ്ടെങ്കിൽ V1 S യൂസ് ചെയ്യുക. ആൻഡ് ഫൈനലി ഒബ്ജക്റ്റ് ആൻഡ് ടൈം, അതിൽ പിന്നെയും വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ V1 S യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് സിംഗുലാർ ആയിട്ടുള്ള സബ്ജക്റ്റ്. ഹി, ഷീ, ഇറ്റ്, സാം, അതായത് അവൻ, അവൾ, ഇത് സാം എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഹി, ഷീ, ഇറ്റ് വന്നു കഴിഞ്ഞാൽ V1 S യൂസ് ചെയ്യുക. V1 S എന്ന് പറയുമ്പോൾ പ്ലേന്റെ കൂടെ ഒരു S ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലേ അല്ല വരാം. V1 എന്ന് പറയുന്നത് പ്ലേ ആണ്, ബേസ് ഫോം പ്ലേ ആണ്. എന്നാൽ അതിന്റെ കൂടെ എസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇവിടെ എന്താണ്? സിംഗുലാർ ആണ് വന്നേക്കണത്. ഓക്കെ, അപ്പോൾ സിംഗുലാർ വന്നപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? ഈ ഫസ്റ്റ് വന്നേക്കുന്ന 4 എക്സാമ്പിൾ എന്ന് പറയുന്നത് റുട്ടീൻസ് ആണ്. അപ്പോൾ ഹി പ്ലേ അല്ല, ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ, അവൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഷീ വാച്ചസ് മൂവി എവറി സൺഡേ, അവൾ എല്ലാ സൺഡേസും, എല്ലാ ഞായറാഴ്ചയും മൂവി കാണാറുണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് എവറി ഡേ അറ്റ് 9 AM, അത് എല്ലാ ദിവസവും 9 മണിക്ക് അത് തുടങ്ങും. ഓക്കെ, അപ്പോൾ മേ ബി സീരിയൽ ആവാം, എന്ത് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ സീരിയൽ എല്ലാ ദിവസവും 9 മണിക്ക് തുടങ്ങും എന്നൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട്. പിന്നെ സാം റീഡ്സ് ബുക്ക് എവറി നൈറ്റ്, സാം എല്ലാ ദിവസവും എന്ത് ചെയ്യും? ബുക്ക് റീഡ് ചെയ്യും. എല്ലാ രാത്രിയും ബുക്ക് റീഡ് ചെയ്യും. അതുപോലെ തന്നെ ഫാക്ട്സ് വരുമ്പോൾ ഹി ലവ്സ് ഹിസ് ഫാമിലി, അവൻ അവൻ്റെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്നു. ലവ് അല്ല, ലവ്സ് ആണ്, കാരണം എസ് വന്നു, കാരണം ഇതൊക്കെ സിംഗുലാർ ആണ്. ഓക്കെ, ഹി ലവ്സ് ഹിസ് ഫാമിലി. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിക്കും. ആൻഡ് അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത്? ഫാക്ട്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള റൂള്. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1, സിംഗുലാർ വന്നു കഴിഞ്ഞാൽ V1 S. അങ്ങനെയാണ് എന്തിൻ്റെ സ്ട്രക്ചർ വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് റുട്ടീൻസും ഫാക്ട്സും പറയാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് പറയണം, അത് റുട്ടീനാണോ ഫാക്റ്റ് ആണോ എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രക്ചർ. പ്ലൂറൽ വന്ന V1, സിംഗുലാർ വന്ന V1 S. അത് ക്ലിയർ അല്ലേ? അപ്പോൾ ആ 2 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അതിനെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതാണ് എങ്ങനെ ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റുട്ടീനാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് അത് ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറില്ല എന്ന് പറയണം, അതിനാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയണം? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയണം, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയണം. അപ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്, ഞാൻ ഫുട്ബോൾ എല്ലാ ദിവസവും കളിക്കാറില്ല, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി ചോദിക്കണം, ക്വസ്റ്റ്യൻ ചോദിക്കണം, നീ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ടോ? അതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നീ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറില്ലേ എന്ന് ചോദിക്കുന്നതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഫോം ചെയ്യാം, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത്. സോ ഞാനിപ്പോൾ മലയാളം ഒന്നും കൊടുത്തിട്ടില്ല, മലയാളത്തിലേക്ക് അധികം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് മലയാളം കൊടുക്കാത്തത്. പക്ഷേ ഞാനിവിടെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഹിയർ യു ഗോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെന്റൻസ് സ്ട്രക്ചർ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു. അതായത് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് ടൈം യൂസ് ചെയ്യുക. സിംഗുലാർ വന്ന V1 S യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് ടൈം യൂസ് ചെയ്യുക. സിമ്പിൾ അല്ലേ?
അത് നിങ്ങൾ പഠിച്ചു. ഇനി ഇതിന്റെ കൂടെ ഒരു സിമ്പിൾ റൂൾ, നമ്മൾ അധികം റൂളൊന്നും പഠിക്കില്ല, ഈ ഒരു സിമ്പിൾ റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റൂള് പഠിക്കാത്ത കാരണമാണ് ആൾക്കാർ ഇംഗ്ലീഷിൽ മിസ്റ്റേക്സ് വരുത്തുന്നത്. ആ റൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഈ V1 ഉണ്ടല്ലോ, ഈ V1 ഈക്വൽസ് ഡു പ്ലസ് V1 എന്ന് എഴുതാൻ പറ്റും. അതായത് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു പ്ലസ് V1 എന്ന് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ലൈക്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതായത് ലൈക്ക് എന്ന് പറയുന്നത് ഡു ലൈക്ക് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുപോലെ ലൈക്സ് എന്ന് പറയുന്നത് ഡസ് ലൈക്ക് എന്ന് പറയുന്നതിനും തുല്യമാണ്. ഈ രണ്ട് റൂളാണ് നിങ്ങൾ പഠിക്കാനുള്ളൂ. V1 എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് V1, V1S എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് V1. V1S എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് V1. അതായത് V1Sലെ എസ്സിനെ ആര് അബ്സോർബ് ചെയ്തെടുത്തു? ഡസ് അബ്സോർബ് ചെയ്തെടുത്തു. പിന്നെ V1 മാത്രമാണ് ബാക്കി വന്നേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പറയില്ലേ 1 = 0 + 1, അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങളിവിടെ. അതായത് V1 എന്ന് പറയുന്നത് ഡു പ്ലസ് V1 ആണ്. ഇവിടെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, ഇവിടെ ഒരു ഡു ആഡ് ചെയ്ത് വരുന്നുള്ളൂ. എന്നാൽ ഇവിടെ വരുന്ന റൂളിൽ V1S = ഡസ് പ്ലസ് V1. അതിൽ S എന്ന് പറയുന്നത് ഡസിന്റെ എസ്സിന്റെ കൂടെ പോകുന്നു, V1 ആണ് ബാക്കി വരുന്നുള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ലൈക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡു ലൈക്ക് എന്ന് പറയാൻ പറ്റും. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഡു ലൈക്ക് എന്ന് പറയാൻ പറ്റും. അതായത് ലൈക്ക് എന്ന് പറയുന്നത് ഒരു V1 ഫോമാണ്. ആ ഫോമിനെ ഇതാണ് V1. ആ ലൈക്ക് ഇട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു ഡു ഇട്ടാലും സെയിം ആണ്. അപ്പൊ ലൈക്ക് എന്ന് പറയുന്നത് ഡു ലൈക്ക് എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ പ്ലേ എന്ന് പറയുന്നതിനെ ഡു പ്ലേ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്നാൽ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ഇവിടെ കുറച്ച് ട്രിക്കിയാണ്. V1S എന്ന് പറയുന്നതിനെ ഡസ് പ്ലസ് V1 എന്നാണ് പറയുന്നത്. V1S അല്ല, ഡസ് പ്ലസ് V1. ഫോർ എക്സാമ്പിൾ, ലൈക്സ് എന്ന് പറയുന്നതിനെ ഡസ് ലൈക്ക് എന്നാണ് പറയാ. ലൈക്കിന്റെ എസ്, ഇവിടെ ഉണ്ടാവുന്ന എസ് നമ്മൾ വെട്ടിയിട്ട് അതിനെ ഡസിന്റെ കൂടെ, ഡസ് അതിനെ അബ്സോർബ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ലൈക്സ് എന്ന് പറയുന്നത് ഡസ് ലൈക്ക് ആണ്. പ്ലേസ് എന്ന് പറയുന്നത് ഡസ് പ്ലേ ആണ്. ഡസ് പ്ലേസ് അല്ല, എസ്സിനെ ഡസ് അബ്സോർബ് ചെയ്തെടുത്തു. ഒന്നും മനസ്സിലായില്ലല്ലോ? സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇങ്ങോട്ട് പോന്നോ. ഇപ്പോ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് എഴുതാൻ നിങ്ങൾക്ക് അറിയാം. അതാണ് ഈ ഫോർമാറ്റ്. ഡു, അതായത് പ്ലൂറൽ വന്നാൽ V1 യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് ടൈം യൂസ് ചെയ്യുക. അതിൽ പ്ലൂറൽ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് ടൈം യൂസ് ചെയ്യുക. അതിൽ ഈ V1 എന്നില്ലേ, V1 എന്ത് എഴുതാൻ പറ്റും? ഡു പ്ലസ് V1 ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഞാൻ ഇപ്പം തന്നെ പഠിപ്പിച്ചെന്നില്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഫോർമാറ്റിൽ പറഞ്ഞേക്കുന്നത്. അതായത് ഈ V1 സ്ഥലത്ത് നമ്മൾ ഡു V1 എന്ന് എഴുതാൻ പറ്റും. അതായത് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഡു V1 ഒബ്ജക്റ്റ് ടൈം അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്നുള്ളതിനെ പ്ലേനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞു? ഡു പ്ലേ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ മീനിങ്ങിൽ ഒരു വ്യത്യാസം വരുന്നില്ല. ഞാൻ പറഞ്ഞു അത് സെയിം ആണ്. അപ്പോൾ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്നുള്ളതിനെ നിങ്ങൾക്ക് ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് എഴുതാൻ പറ്റും. അതിൽ ഡു പ്ലേ എന്ന് പറയുന്നതും പ്ലേ എന്ന് പറയുന്നതും സെയിം ആണ്. V1 = ഡു പ്ലസ് V1, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഐ പ്ലേ ഫുട്ബോളിന് സെയിം ആണ് ഐ ഡു പ്ലേ ഫുട്ബോൾ. കറക്റ്റ് അല്ലേ? ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, ഇതെന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയത്? ഇത് രണ്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? ഒരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഐ പ്ലേ ഫുട്ബോൾ എന്നും ഐ ഡു പ്ലേ ഫുട്ബോൾ എന്നും പറയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഐ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഐ ഡു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു എംഫസൈസേഷൻ കൂടുതൽ വരും. ഐ ഡു പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നുള്ളൊരു സാധനം. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനെ പിരിച്ചെഴുതിയതിൻ്റെ ഒരു മേജർ തിങ് എന്ന് പറയുന്നത്, ഇത് ഞാൻ കളിക്കാറുണ്ട് എന്ന് പറയാൻ, കളിക്കാറുണ്ട് എല്ലാ ദിവസവും ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന് പറയാൻ എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല, അതിന്റെ നെഗറ്റീവ് എനിക്ക് കിട്ടണം. അങ്ങനെ നെഗറ്റീവ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡൂവിന്റെ ശേഷം ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല എന്ന് മീനിങ് കിട്ടി. കറക്റ്റ് അല്ലേ? അത്ര ഭാഗം കറക്റ്റ് അല്ലേ? അപ്പോൾ ഡൂവിന്റെ ശേഷം നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ എനിക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, ഈ ഡൂവിനെ നോട്ടിനെ ഒരുമിച്ച് എഴുതുന്നതിനാണ് ഡോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്പീക്കിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഡു നോട്ട്, ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എന്നൊന്നും പറയില്ല. അതൊക്കെ ഇമെയിലൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ റിട്ടൺ ലാംഗ്വേജിലാണ് കൂടുതൽ യൂസ് ചെയ്യുള്ളൂ. ആൻഡ് നമ്മളെ സ്പീക്കിംഗ് ലാംഗ്വേജിലേക്ക് വരുമ്പോൾ, സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഡു നോട്ടിനെ നമുക്ക് ഒരുമിച്ചിട്ട് ഡോണ്ട് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്ത് കിട്ടി നിങ്ങൾക്ക്? ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് കിട്ടിയില്ലേ? ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് കിട്ടിയില്ലേ? അപ്പൊ അങ്ങനെയാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. അതിനെ തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, മീനിങ്ങിൽ ഒരു വ്യത്യാസമില്ല. എന്നാൽ നിങ്ങൾക്ക് അത് നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഡൂവിന്റെ ശേഷം നമ്മൾ ഈ എക്സ്പാൻഡ് ചെയ്ത് ഡൂവിന്റെ ശേഷം ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്ത് കിട്ടി? ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് കിട്ടി. ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ. അതിനൊന്നും കൂടി നമ്മൾ ചേർത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് മീനിങ് കിട്ടി. നിങ്ങൾക്ക് കിട്ടി അതിന്റെ മീനിങ്, ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറില്ല.
അപ്പോൾ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നാണ് മീനിങ്. അതിനെ നിങ്ങൾക്ക് നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഡൂവിന് ശേഷം ഒരു നോട്ട് എഴുതി കൊടുക്കുക. ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ. അഥവാ അതിനെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് മീനിങ് എന്ന് കിട്ടും. അതിന്റെ മീനിങ് ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല. ഇനി എനിക്ക് ചോദിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയ സാധനമില്ലേ, അതിൽ ഈ ഡൂ ഇല്ലേ, ഈ ഡൂവിന് എടുത്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് ഇടുക. ആ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. അപ്പൊ നീ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡൂവിനെ പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇടുക. അപ്പോൾ ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറയും. ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് കിട്ടി. നിങ്ങൾക്ക് ഐ യൂസ് ചെയ്യണമെങ്കിൽ ഐ യൂസ് ചെയ്യാം, യു യൂസ് ചെയ്യണമെങ്കിൽ യു യൂസ് ചെയ്യാം. ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് എന്നോട് തന്നെ ഞാൻ ചോദിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ യു യൂസ് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഐ യൂസ് ചെയ്തിട്ട് ഫോർ ദ സേക്ക് ഓഫ് പ്രാക്ടീസ് നിങ്ങൾക്ക് ഐ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു ഐ പ്ലേ ഫുട്ബോൾ, അങ്ങനെ ആരും ചോദിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഡു യു പ്ലേ ഫുട്ബോൾ, നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ, ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്പാൻഡ് ചെയ്ത സാധനത്തിൽ നിന്ന് ഡൂവിനെടുത്ത് ഫ്രണ്ടിൽ കിട്ടി കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ ആയി. ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ, അല്ലെങ്കിൽ ഡു ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ടോ. ഡു യു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നീ എന്ന് ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നായി. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, ഇനി ഇങ്ങനെ ചോദിക്കണം, നീ എന്ന് ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നല്ല, നീ എന്ന് ഫുട്ബോൾ കളിക്കാറില്ലേ എന്നൊരു ഹുക്ക് ഇട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡൂവിന്റെ കൂടെ ഒരു നോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡോണ്ട് ഐ പ്ലേ ഫുട്ബോൾ, ഞാൻ എന്ന് ഫുട്ബോൾ കളിക്കാറില്ലേ, ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ, നീ എന്ന് ഫുട്ബോൾ കളിക്കാറില്ലേ എന്നാക്കാം. അങ്ങനെയാണ് എന്ത് വരുന്നത്, അങ്ങനെയാണ് നമ്മളുടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആ സെയിം സാധനം തന്നെ സിംഗുലാറിലേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഹി പ്ലേസ് ഫുട്ബോൾ എന്നുള്ളതിൽ പ്ലേസിനെ ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ എന്ന് എഴുതാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇന്നലത്തെ ക്ലാസ്സിൽ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താക്കണം, ഹി ഡസ് പ്ലേ ഫുട്ബോൾ, അതായത് പ്ലേസിനെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, പ്ലേസിനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡസ് പ്ലേ എന്ന് എഴുതാൻ പറ്റും. ഡസ് പ്ലേസ്, എസ്സിൽ ഇവിടെ എസ് എങ്ങോട്ട് വന്നു, എസ് ഡസിന്റെ കൂടെ പോകുന്നു. അപ്പൊ ഹി ഡസ് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ, അവൻ എന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട്. ഹി ഡസ് പ്ലേ ഫുട്ബോൾ എവറി ഡേ, അവൻ എന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന് തന്നെയാണ് മീനിങ്. എന്നാൽ ചെറിയൊരു എംഫസൈസേഷൻ ഉണ്ട്. ഇനി അതിനെ നമുക്ക് നെഗറ്റീവ് ആക്കണം. അവൻ എന്ന് ഫുട്ബോൾ കളിക്കാറില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഡസിന്റെ ശേഷം ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഹി ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ. അപ്പോൾ അവനെന്ന് ഫുട്ബോൾ കളിക്കാറില്ല എന്നായി. ഇനി ഡസിനെ നോട്ടിനെയും ഒരുമിച്ച് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഡസിന്റ്. അപ്പോൾ ഹി ഡസന്റ് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫുട്ബോൾ കളിക്കാറില്ല എന്ന് തന്നെയാണ് മീനിങ്. അവൻ ഫുട്ബോൾ കളിക്കാറില്ല. ഇനി അത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡസിനെ എടുത്തിട്ട് ഫ്രണ്ടിൽ കിടണം. അപ്പൊ ഡസിനെ ഫ്രണ്ടിൽ കിട്ടാൻ എന്ത് കിട്ടി, ഡസ് ഹി പ്ലേ ഫുട്ബോൾ എവറി ഡേ. അതിൽ ഈ പ്ലേന്റെ കൂടെ എസ് നിങ്ങൾ ആഡ് ചെയ്യരുത്. കാരണം എസ് എപ്പോൾ ഡസ് ആ സെന്റൻസിൽ വന്നാലും എക്സ്പാൻഡ് ചെയ്തെന്നാണ് മീനിങ്. ഡസ് ആ സെന്റൻസിൽ വന്നാൽ അത് എക്സ്പാൻഡ് ചെയ്തെന്നാണ് മീനിങ്. അപ്പൊ ഡസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേന്റെ കൂടെ എസ് ചേർക്കരുത്. ഓക്കെ, ചേർക്കരുത്. അപ്പോൾ ഡസ് ഹി പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടോ. ഇനി ഡസിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ന് ഡസിൻ ഹി പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ അവനെന്ന് ഫുട്ബോൾ കളിക്കാറില്ലേ എന്ന് ക്വസ്റ്റ്യൻ ആയി. അപ്പൊ ആ ഭാഗം ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ മൂവ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് പ്രാക്ടീസ് ഷീറ്റ്. പ്രാക്ടീസ് ഷീറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നിങ്ങൾ എക്സാമ്പിൾ ഉണ്ടാക്കണം. കാരണം ഐ വന്നാൽ ഡു ആണ് വരുന്നത്, യു വന്നു കഴിഞ്ഞാൽ ഡു ആണ് വരുന്നത്, വി വന്നു കഴിഞ്ഞാൽ ഡു ആണ്, ദേ വന്നാൽ ഡു ആണ്. ഇങ്ങനെ ഡു ആണ് ഏതിന്റെ കൂടെ വരേണ്ടതെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോയാൽ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങളെ മൗത്തിൽ അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് എല്ലാ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സിനും നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതായത് ആദ്യം ഐക്ക് ക്രിയേറ്റ് ചെയ്യുക. ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഐക്ക് വേണ്ടിയിട്ട് എല്ലാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം യു വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. യുവിന് വേണ്ടിയിട്ട്, അതായത് യു എന്ന് പറയുന്നത് അടുത്ത പ്ലൂറൽ ആയിട്ടുള്ള ഐ, യു, ദേ, വി, ഇതൊക്കെയാണ് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്. അപ്പൊ യുവിന് വേണ്ടിയിട്ട് യു റീഡ് ബുക്സ് എവറി ഡേ, യു ഡു റീഡ് ബുക്സ് എവറി ഡേ, യു ഡോണ്ട് റീഡ് ബുക്സ് എവറി ഡേ, ഡു യു റീഡ് ബുക്സ് എവറി ഡേ, ഡോണ്ട് യു റീഡ് ബുക്സ് എവറി ഡേ എന്ന് എക്സാമ്പിൾ ഉണ്ടാക്കുക. പിന്നെ ദേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക, പിന്നെ വിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക. അത് നിങ്ങളുടെ എക്സാമ്പിൾ ഉണ്ടാക്കണം. അതിനുശേഷം എല്ലാ സിംഗുലർ ആയിട്ടുള്ളതിനും ഉണ്ടാക്കണം. കാരണം സിംഗുലർ ഹി വന്നു കഴിഞ്ഞാൽ ഡസ് ആണ് വരുന്നത്, ഷീ വന്നു കഴിഞ്ഞാൽ ഡസ് ആണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് പറയാൻ നിങ്ങൾ നിൽക്കരുത്. ഇത് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മൗത്തിൽ നിന്നും ബ്രെയിനിൽ നിന്നും വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നത്. ഹി ഡസ് പ്ലേ, അപ്പോൾ ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ, ഹി ഡസ് പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഹി ഡസൻ പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഡസ് ഹി പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഡസൻ ഹി പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇത് മൊത്തം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഹീക്ക് വേണ്ടിയിട്ട് മൊത്തം പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം സിംഗുലാർ ആയിട്ടുള്ള ഓരോന്നിനും, അതായത് ഹീക്ക് ക്രിയേറ്റ് ചെയ്യണം, ഷീക്ക് ക്രിയേറ്റ് ചെയ്യണം, സാമിന് ക്രിയേറ്റ് ചെയ്യണം, ഇറ്റിന് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് മൊത്തം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം
നിങ്ങൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഓൺ പ്രാക്ടീസ് ഷീറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഓൺ പ്രാക്ടീസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം എല്ലാത്തിനും ക്രിയേറ്റ് ചെയ്യുക, സിംഗുലാർ എക്സാമ്പിൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ലിറ്ററലി ഈ ഷീറ്റ് ബിൽഡ് ചെയ്യുക, ഐ യു ദേവിക്ക് ബിൽഡ് ചെയ്യുക, ഈ ഷീറ്റിന് ബിൽഡ് ചെയ്യുക. ഓരോന്നിലും പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബ്രെയിനും മൗത്തും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം സാധനങ്ങൾ നിങ്ങൾ 5 റൗണ്ട് റീഡ് ചെയ്തിട്ട് നമ്മളെ പ്രാക്ടീസ് സോണിൽ കൊണ്ടിട്ടിട്ട്. അപ്പോൾ ആദ്യം പ്രാക്ടീസ് സോണിൽ ഇടേണ്ടത് നിങ്ങളെ പ്രാക്ടീസ് ഷീറ്റ് മൊത്തം ക്രിയേറ്റ് ചെയ്തിട്ടിട്ടാ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വോയിസ് ഇടണം. വോയിസ് നോട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്രാക്ടീസ് ഷീറ്റിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് നിങ്ങൾ റീഡ് ചെയ്യാം. എങ്ങനെ റീഡ് ചെയ്യണം? നിങ്ങൾ ഇമോഷൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് റീഡ് ചെയ്യണം. I play football every day. I do play football every day. I don't play football every day. Do you play football every day? Don't you play football every day? ഇങ്ങനെ ഇമോഷൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇവിടം തുടങ്ങിയിട്ട് ആദ്യം ഇവിടം വരെ 5 റൗണ്ട് റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യുക. ഇവിടം തുടങ്ങി ഇവിടം വരെ റീഡ് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് വരാം, അടുത്ത റൗണ്ട് ഇവിടം വരെ റീഡ് ചെയ്യുക. അങ്ങനെ 5 റൗണ്ട് ഇത് റീഡ് ചെയ്യുക. ആൻഡ് പിന്നീട് നമ്മൾ സിംഗുലാർ റീഡ് ചെയ്യുക. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്നു, ലാസ്റ്റ് വരെ പോകുന്നു, 1 റൗണ്ടായി, പിന്നെ ഇങ്ങോട്ട് വരുന്നു, 2 റൗണ്ടായി, അങ്ങനെ 5 റൗണ്ട് റീഡ് ചെയ്യുക. അങ്ങനെ റീഡ് ചെയ്തിട്ട് നമ്മളെ പ്രാക്ടീസ് സോണിൽ ഇടുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാം. സോ ബൈ. ഈ വീഡിയോ ഓൾറെഡി നല്ല ലെങ്തി ആയിട്ടുണ്ട്. ബൈ.